അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ അഹ്ഖാഫിലെ 3-ാമത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ ഖലഖ്നാസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ് വഅജലിൻ മുസമ്മാ വല്ലദീന കഫറൂ അമ്മാ ഉൻദിറൂ മുഅ്രിദൂൻ. 3-ാമത്തെ ആയത്തിൽ അവിടെ മീമിനെ ശ്രദ്ധിക്കുക. മാ എന്ന് അത് ഹെവി സൗണ്ടിൽ ആവാൻ പാടില്ല. മീം ലൈറ്റ് ലെറ്റർ ആണ്. അവിടെ എന്നുള്ള ദീർഘം 2 ഹർക്കത്തിൽ കൂടുതൽ നീട്ടാൻ പാടില്ല. കാരണം മദ് ത്വബീഇയാണ്. ഖലഖ്ന അവിടെ ഖ ഹെവി ലെറ്റർ ആണ്. അതുപോലെ ഖാഫ് ഖൽഖലയുടെ അക്ഷരമാണ്. ഖാഫിന് സുക്കൂൻ കൊടുക്കുമ്പോൾ എന്ന് മുഴുവനായി വ്യക്തമായി കേൾക്കണം. എന്ന് അവിടെ ദീർഘാക്ഷരമാണ്. പക്ഷേ ആ ദീർഘത്തിന് തൊട്ടടുത്ത് ഹംസത്തുൽ വസുൽ വരുന്നത് കൊണ്ട് അവിടെയുള്ള ദീർഘം ചേർത്തോതുന്ന സമയത്ത് നഷ്ടപ്പെടും. വൽ അർദ ദാദിന്റെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹെവി ലെറ്റർ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. വമാ ബൈനഹുമാ ഇല്ല അവിടെ ചേർത്ത് ഓതുന്ന സമയത്ത് ബൈനഹുമാ എന്നുള്ള ദീർഘം നമുക്ക് 2, 4, 5 ഹറക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതാം. എന്നാൽ ശ്വാസത്തിന്റെ എങ്ങാൻ പ്രശ്നം കാരണം നമ്മൾ അവിടെ നിർത്തുന്നുണ്ടെങ്കിൽ വമാ ബൈനഹുമാ എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയാണെങ്കിൽ അവിടെ 2 ഹർക്കത്തിൽ നീട്ടി ഓതാൻ പാടില്ല. പക്ഷെ ചേർത്ത് ഓതുന്ന സമയത്ത് 2, 4, 5 ഹർക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതാം. അവിടെ നിർത്തിയാലും വീണ്ടും എടുത്തു ഓതേണ്ട ആവശ്യമുണ്ട്. കാരണം അവിടെ വഖഫിന്റെ അടയാളങ്ങൾ ഒന്നുമില്ല. ശ്വാസത്തിന്റെ പ്രയാസം കാരണമാണ് നമ്മൾ അവിടെ നിന്നു പോകുന്നത് എങ്കിൽ. ഇല്ല ബിൽ ഹഖ് അവിടെ ഹാന്റെ മഖ്റജ് ശ്രദ്ധിക്കുക. അവിടെ 2 ഹർക്കത്തിന്റെ സമയമെടുത്ത് മണിക്കണം. ഇദ്ഗാം ബിഗുന്നയാണ്. മുസമ്മൻ എന്നാണ്. അവിടെ നമുക്കൊരു ജീം കാണാം. അതായത് അവിടെ വഖഫ് അനുവദനീയമാണ്. വേണമെങ്കിൽ നമുക്ക് അവിടെ നിർത്താം. അവിടെ നിർത്തുകയാണെങ്കിൽ അവിടെ മദ് ഇവളാണ് സംഭവിക്കുക. അതായത് 2 ഹറക്കത്തിന്റെ സമയമെടുത്ത് അവിടെ നീട്ടിക്കൊണ്ടാണ് നിർത്തേണ്ടത്. തൻവീൻ ബിൽ ഫത്ഹയിൽ വഖഫ് ചെയ്യുമ്പോൾ 2 ഹറക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി അവിടെ നിർത്താം. ഇങ്ങനെ സംഭവിക്കുന്ന മദ്ദിനാണ് മദ് ഇവൾ എന്ന് പറയുന്നത്. അവിടെ അത് സാധാരണ ദീർഘമാണ്. 2 ഹറക്കത്തിൽ കൂടുതൽ അവിടെ നീട്ടാൻ പാടില്ല. വല്ലദീന ദാലിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. മിക്ക ആളുകളോടും അവിടെ അത് ദാലിലേക്ക് മാറിപ്പോകുന്നതായി കാണാറുണ്ട്. വല്ലദീന കഫറു ഐനിന്റെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹംസയിലേക്ക് മാറരുത്. ഐൻ എന്ന അക്ഷരമാണ്. അവിടെ മീം ശബ്ദോടുകൂടി വന്നതുകൊണ്ട് 2 ഹർക്കത്തിന്റെ സമയമെടുത്ത് മണിക്കണം. അതോടൊപ്പം അവിടെ ചേർത്ത് ഓതുന്ന സമയത്ത് എന്നുള്ള ദീർഘം 2, 4, 5 ഹർക്കത്തിന്റെ സമയമെടുത്ത് നമുക്ക് അവിടെ നീട്ടി ഓതാം. അത് മദ് മുൻഫസിലാണ്. അവിടെ സുക്കൂനുള്ള നൂൻ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. എന്നുള്ള ദീർഘം സാധാരണ ദീർഘമാണ്. അവിടെ 2 ഹർക്കത്തിൽ കൂടുതൽ നീട്ടാൻ പാടില്ല.
അതുപോലെ തന്നെയാണ് വല്ലദീന കഫറു, അവിടെയും റൂ എന്നുള്ള ദീർഘം സാധാരണ ദീർഘമാണ്. 2 ഹർക്കത്തിൽ കൂടുതൽ നീട്ടാൻ പാടില്ല. മുഅരിളൂൻ, അവിടെ ഐനിന് സുക്കൂൻ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹംസയിലേക്ക് മാറി പോകരുത്. അതോടൊപ്പം തന്നെ അവിടെ അത് ഖൽഖലയായി എന്ന് ഖൽഖലയായി പോകാനും പാടില്ല. ദൂ എന്നുള്ള ദീർഘം, സുക്കൂനുള്ള നൂൻ, അവിടെയുള്ള നൂനിന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യുകയാണെങ്കിൽ മുഅരിദൂന എന്നാണ് അവിടെയുള്ളത്. ആ നൂനിന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യുകയാണെങ്കിൽ ദൂ എന്നുള്ള ദീർഘം അവിടെ നമുക്ക് 2, 4, 6 ഹർക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതാം. അവിടെ മദ് ആരിദാണ്.